ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. തുടക്കം നമുക്ക് നല്ല ഉഗ്രൻ സദ്യയിൽ അങ്ങോട്ട് തുടങ്ങാം. 14 കൂട്ടം കൂട്ടാനുകളും 14 കൂട്ടാനൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് വിധം കൂട്ടാനുകളും നല്ല ഉഗ്രൻ സാമ്പാറും മീൻകറി ഒഴിച്ചിട്ട് നല്ലൊരു സദ്യ. ഖേമായിരിക്കണേ. വിളമ്പി വെച്ചതേ ഓർമ്മയുള്ളൂ, നല്ല ഭേഷായിട്ട് വെട്ടി വിഴുങ്ങി. പ്രമാദം. അങ്ങനെ നമ്മളിന്ന് പോണത് മണലാരണ്യത്തിക്കാണ്. എവിടേക്ക്? മണലാരണ്യം. ഇവിടെ പിന്നെ എവിടെ കുഴിച്ചാലും എണ്ണ കിട്ടണോണ്ട് നാട്ടുകാരി എണ്ണക്ക് പൊന്നുമേലല്ല ഇവിടെ. ഇന്നൊരു ഡൗട്ടാണ് മോനെ, ഈ അറബികളൊക്കെ എന്തിനാ പോലെ വണ്ടികളൊക്കെ പെരന്റെ പുറത്തിട്ടേക്കണത്? നിങ്ങൾ ഏതൊരു അറബി പേരെടുത്ത് നോക്കിക്കോളി, വണ്ടികളൊക്കെ പോലെ പെരന്റെ പുറത്തേക്കാരം. പോണേക്ക് ഒരു സ്വിഫ്റ്റ് കാർ ഉണ്ടപ്പോ ഞാൻ ഒരു നിമിഷം എന്റെ കാറിനൊന്ന് സ്മരിച്ചു. പോണേക്ക് നിസ്കരിച്ചാൻ വേണ്ടി കയറിയപ്പോ യുവാക്കളുടെ രോമാഞ്ച കഞ്ചുകമായ ലംബർഗിനെ കണ്ടു മോനെ. അങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞാൽ നിസ്കരിച്ച് ഇറങ്ങിയാണ് നമ്മൾ നേരെ മണലാരണ്യത്തിൽ കാലുകുത്തി. സോ ബേസിക്കലി അൺഫോർച്ചുനേറ്റ്ലി എക്സാക്ട്ലി നമ്മൾ വന്നേക്കുന്നത് ഗോസ്റ്റ് വില്ലേജിലാണ്. ഗോസ്റ്റ് വില്ലേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പണ്ടൊരു വില്ലേജ് ആണ്. പിന്നെ ഇവിടുത്തെ താമസക്കാരും കെട്ട് കണക്കിട്ട് എവിടെക്കോ പാഞ്ഞു പോയപ്പോൾ മണൽ എന്നായിട്ട് ഇതിനുള്ളിൽ അടിച്ചാണ് കയറി. അങ്ങനെ ഇവിടുത്തെ പെരാളുകൾക്ക് മൊത്തം മണലടിച്ച് കയറിക്കാണ്ട് പ്രേതാലയമാര് ആയപ്പോൾ ഇതിന് ഗോസ്റ്റ് വില്ലേജിന് പേരിട്ടു. സിമ്പിൾ. ഇതൊക്കെ പെരന്റെ ഉള്ളിൽ മൊത്തം മണൽ നാറ്റ് അടിച്ച് മിന്നി കയറിയിട്ടുണ്ട്. അതിന്റെ അടിക്കൂടെ രീതിക്ക് ചെറിയൊരു ഡൗട്ട് ഒന്ന് കേട്ടു നോക്കി. ഈ മണല് വീട് പണിക്ക് പറ്റുമോ? ഇതിപ്പോ രണ്ടും ഒന്ന് തന്നെ. ഈ പെരന്റെ ഉള്ളിൽ ആൾ താമസമില്ല, ഓളെ തലന്റെ ഉള്ളിൽ ആൾ താമസമില്ല. നടന്നോണേക്ക് പുലിന്റെ തോന്നിപ്പിക്കുന്ന കുറച്ച് കാലടയാളങ്ങൾ കണ്ടു ഞാൻ. എനിക്ക് പിന്നെ 10ാം ക്ലാസ്സിലെ ബയോളജിക്കും കെമിസ്ട്രിക്കും ഫുൾ A+ ആണ്. തൊട്ടും മണത്തോക്കിക്കാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത്. അല്ലോ വേണ്ട, പുലിന്റെ ചുക്കാമണി തൊട്ട് പറഞ്ഞാൽ ഇപ്പോൾ കേസാ. മണല് മണല് ഇവിടെ മണല് മാഫിയയില്ലേ? അങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്. ഏത് വഴി പോയാ എവിടെ എത്തുമെന്ന് ആർക്കറിയാം? കുട്ടികളൊക്കെ പാടെ വെയിലുണ്ട് കണ്ട് കരിഞ്ഞു ഉണങ്ങിക്കണു. നിന്റെ പെരിയോനെ ആക്ടിങ് കണ്ടോളി. ഇത് വെച്ച് നോക്കുമ്പോൾ നജീബിന് സുഖം. ഒറ്റക്ക നടന്നോയത് മണലാരണ്യത്തിൽ കൂടെ. ഇതിപ്പോ ഞാൻ പെങ്ങളെ കുട്ടിനെ താങ്ങി പിടിച്ച് നടക്കണം. അങ്ങനെ നജീബ് ആടുജീവിതം കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് വിട്ട് നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിക്ക് പോയി. ഏത് പാർക്ക് പോയാലെത്താ ഇന്റെ മണി ഇക്കാനും ഇതിന്റെ കുട്ടികളെ നോക്കൽ തന്നെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് ഈ സാധനം വാങ്ങി തന്നെ. പൊന്നു മോനുള്ളു പറയില്ല, ഇക്ക നിർബന്ധിച്ചു മാത്രമേ ഞാൻ കഴിച്ചു. എനിക്ക് ഈ ബേൽപൂരി മസാലപൂരി മറ്റേ പൂരി ഒന്നും ഇഷ്ടമല്ല. തിന്ന് അതേപോലെ തന്നെ പോയി തുപ്പി കളഞ്ഞു. പിന്നെ ഒരു മസാല ദോശ കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോയി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എല്ലാവരും ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.